എക്സ്പെരിമെൻറ്റ് നമ്പർ 6ൽ നമ്മൾ കാണിക്കുന്നത് ട്രൈ ക്യാച്ച് എക്സെപ്ഷൻ എന്നുള്ളതിൻ്റെ സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ അവിടെ എറർ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, ട്രൈൻ്റെ അകത്ത് എഴുതും. ഓക്കെ, ഇനി ഒരു എറർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് ക്യാച്ചിൻ്റെ അകത്ത് എഴുതും. ഓക്കെ, ഇനി എറർ വന്നാലും ഇല്ലെങ്കിലും ഫൈനൽ സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യണം. ഓക്കെ, അതായത് ട്രെയിനിൻ്റെ അകത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു എറർ വന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നേരെ ക്യാച്ചിൻ്റെ അകത്തേക്ക് പോകും. ക്യാച്ചിൻ്റെ അകത്തുള്ള കാര്യം ചെയ്തിട്ട് എന്ത് ചെയ്യും, ഫൈനലിൻ്റെ അകത്ത് പോകും, എന്നിട്ട് എക്സിറ്റ് ആവും. ഇനി അതല്ല, ട്രെയിനിൻ്റെ അകത്ത് വർക്ക് ചെയ്യുമ്പോൾ ഫുള്ള് വർക്ക് ചെയ്ത് ഒരു കുഴപ്പമില്ല, എന്നാലും എന്ത് ചെയ്യും, ഫുള്ള് വർക്ക് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, ക്യാച്ചിലേക്ക് പോകില്ല, കാരണം എറർ വന്നിട്ടില്ലല്ലോ, ഫൈനലിലേക്ക് പോകും. ഫൈനലി എന്തായാലും നിർബന്ധമായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. നോർമലി നമ്മൾ ഡാറ്റാബേസ് ഓപ്പറേഷൻ ക്ലോസ് ചെയ്യുക, ഫയൽ ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫയലിൻ്റെ പിന്നെ ഡാറ്റ ആക്സസ് ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫൈനൽ യൂസ് ചെയ്യുക. ഓക്കെ, ട്രൈ ക്യാച്ച് എക്സെപ്ഷൻ. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ടൈപ്പ് എറർ വന്നു കഴിഞ്ഞാൽ പെർട്ടിക്കുലർ ആ ഒരു എക്സെപ്ഷനിലേക്ക് തന്നെ വരും. അതല്ലെങ്കിൽ നമുക്ക് ജനറൽ എന്ത് ചെയ്യാം, എക്സെപ്ഷൻ എന്നും എഴുതാം. ഓക്കെ, നമ്മൾ ജാവൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ എക്സെപ്ഷൻ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഈവൻ ട്രൈ ക്യാച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ത്രോസ് എന്ന് പറയുന്നത് കൊടുക്കണം. ഓക്കെ, ത്രോസ് അരിത്മെറ്റിക് എക്സെപ്ഷൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് ഇങ്ങനെ ഒരു എറർ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ള എന്ത് ചെയ്യണം, ഓൾറെഡി കമ്പൈലർ പറഞ്ഞു കൊടുക്കണം. അതാണ് ത്രോസ് എക്സെപ്ഷൻ. ഓക്കെ, മൾട്ടിപ്പിൾ ടൈപ്പ് എക്സെപ്ഷൻസ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ത്രോസ് അരിത്മെറ്റിക് എക്സെപ്ഷൻ ഇനി നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഇൻപുട്ട് ഔട്ട് ഓഫ് ഇൻഡെക്സ് ഔട്ട് ഓഫ് മോഡ് എക്സെപ്ഷൻ, അത് അറേ യൂസ് ചെയ്യുമ്പോൾ ഇൻഡെക്സ് മാറി വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിനുള്ള എക്സെപ്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്തുണ്ട്, എക്സെപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇൻറ്ററപ്റ്റഡ് എക്സെപ്ഷൻ. ഓക്കെ, സോ ബേസിക്കലി എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈ ക്യാച്ച് ഫൈനലി എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. അതിൻ്റെ കൂടെ ഏത് ഫംഗ്ഷൻ്റെ അകത്താണ് യൂസ് ചെയ്യുന്നത് അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ത്രോസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, ചില കേസിൽ നമ്മൾ പ്രത്യേകിച്ച് ഇൻപുട്ട് റീഡ് ചെയ്യുന്ന കേസിൽ നമ്മൾ ട്രൈ ക്യാച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും, കമ്പൈലർ വാർണിംഗ് കാണിക്കും. നമ്മളടുത്തത് ഒന്നുകിൽ ട്രൈ ക്യാച്ച് ഇടാൻ പറയാം, അല്ലെങ്കിൽ അവിടെ ത്രോസ് എന്ന് കൊടുക്കാൻ പറയാം. ഓക്കെ, അതല്ലെങ്കിൽ എന്ത് ചെയ്യും, യൂസറുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് വശാൽ എന്ത് ചെയ്യും, പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ആ യൂസർക്ക് എന്ത് ചെയ്യും, എറർ അനുഭവപ്പെടും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, രണ്ട് നമ്പർ ഡിവിഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിവിഷൻ ചെയ്യുമ്പോൾ അപ്പോൾ ഡിവൈഡ് ബൈ 0 എന്നുള്ള ചെയ്ത് കഴിഞ്ഞാൽ എക്സെപ്ഷൻ വരും. അപ്പോൾ വാല്യൂ റീഡ് ചെയ്തു. ഓക്കെ, സ്കാനർ വെച്ചിട്ടാണ് റീഡ് ചെയ്തത്. സ്കാനർ SC = ന്യൂ സ്കാനർ system.in, എന്നിട്ട് SC.next int എന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, നമുക്കൊരു വാല്യൂ റീഡ് ചെയ്യാൻ പറ്റും. അത് എയിലേക്ക് സ്റ്റോർ ചെയ്ത് വീണ്ടും ഒരു നമ്പർ ചോദിച്ചു, അതിൻ്റെ നമ്പർ 2 എന്ന് പറഞ്ഞു, എന്നിട്ട് അത് റീഡ് ചെയ്തു SC.next int ഇൻറ്റീജർ റീഡ് ചെയ്ത് ബിയിലേക്ക് സേവ് ചെയ്തു, എന്നിട്ട് ഇവിടെ C = A/B ഡിവിഷൻ നടത്തി. ഓക്കെ, നമുക്കത് റൺ ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യത്തെ നമ്പർ നോർമലി കൊടുത്തു 1, രണ്ടാമത്തെ നമ്പറും 1 കൊടുത്തു. അപ്പോൾ റിസൾട്ട് ഓക്കെയാണ്, കുഴപ്പമില്ല. നമ്മൾ എററായിട്ട് കൊടുക്കാൻ പോകണം ഇൻപുട്ട്. ആദ്യത്തെ നമ്പർ 1 കൊടുത്ത് രണ്ടാമത്തെ നമ്പർ 0 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, സോ അവിടെ എറർ വന്നു, കാരണം എന്താ, ഡിവിഷൻ ബൈ 0 എററാണ്. അപ്പം ഈ എക്സെപ്ഷൻ എന്നുള്ള ഈ ഒരു ഏരിയയിലേക്ക് എടുത്തിട്ട് എക്സെപ്ഷനിലേക്ക് വന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്തു, system.out.println get message. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, print stack trace എന്ന് കൊടുക്കാം. ഓക്കെ, നോക്കാം എങ്ങനെ വരുന്നുള്ള. ഫസ്റ്റ് വാല്യൂ 1 കൊടുത്ത് സെക്കൻഡ് വാല്യൂ 0, 1/0 എറർ വന്നു. ഓക്കെ, അപ്പോൾ അവിടെ ഡിവിഷൻ ബൈ 0 എന്നുള്ള മെസ്സേജ് പ്രിന്റ് ചെയ്തു. ഈ പ്രിന്റ് സ്റ്റാക്ക് ട്രേസ് എന്നുള്ള എന്ത് ചെയ്യും, അതിൻ്റെ എവിടെയാണോ വന്നത് ആ ഒരു കറക്റ്റ് ഏരിയ എന്ത് ചെയ്യും കാണിക്കും. ലൈൻ നമ്പർ 22 വന്നത്, കണ്ടോ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണും. അപ്പോൾ അതാണ് ആ ടൈപ്പ്. ഇനി നമ്മൾ വേറെ ടൈപ്പ് എക്സെപ്ഷൻ കൊടുത്തു നോക്കാം. ഓക്കെ, വാല്യൂ 1 is 4, വാല്യൂ 2 is സം ആൽഫബറ്റ് കൊടുക്കുക B. ഓക്കെ, അപ്പോൾ അവിടെ എറർ വന്നു. ഇനി അവിടെ എന്ത് ചെയ്തു, അവിടെ സ്റ്റാക്ക് ട്രേസ് എന്ത് ചെയ്ത് പ്രിന്റ് ചെയ്തു അല്ലേ. എന്താ കാണിച്ചത്, അവിടുന്ന് പിന്നെ ഇൻറ്റീജറായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, റീഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാണ്. കാരണം B എന്നുള്ളത് എന്തല്ല, ക്യാരക്ടറായിട്ടാണ് കൊടുത്തത്. അപ്പോൾ ഈ ടൈപ്പാണ് എക്സെപ്ഷൻ വരും. ഇനി മൾട്ടിപ്പിൾ എക്സെപ്ഷൻ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ,
അരിത്മെറ്റിക് എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ പിടിക്കും, ഈ ഒരു ക്യാച്ചിൻ്റെ അകത്തേക്ക് വരും. നോർമൽ എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാച്ച് എക്സെപ്ഷൻ, സാധാ എക്സെപ്ഷൻ എടുക്കുക, എക്സെപ്ഷൻ ഇ. ഓക്കെ, ഇവിടെ വേറെ മെസ്സേജ് എടുത്തു എക്സെപ്ഷൻ. ഓക്കെ, നമുക്ക് കുറേ ജനറൽ എക്സെപ്ഷൻ ഒക്കേർഡ് എന്ന് കൊടുത്തു. യു ഡോണ്ട് ഗെറ്റ് മെസ്സേജ്. റൺ ചെയ്ത് നോക്കാം. ഫോർ ടി എന്ന് കൊടുത്തു, ജനറൽ എക്സെപ്ഷൻ ഒക്കേർഡ് എന്നാണ് വന്നത്. മനസ്സിലാവുണ്ടോ? അതായത് ഏത് ക്യാച്ചിൽ രണ്ടാമത്തെ ക്യാച്ചിൻ്റെ അകത്താണ് എന്ത് ചെയ്ത് എറർ പിക്ക് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സെപ്ഷൻ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ആ രൂപത്തിൽ കൊടുക്കും. നമുക്കാണെങ്കിൽ ഈ ഡോട്ട് പ്രിന്റ് സ്റ്റാക്ക് ട്രേസ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് എന്താണ് എറർ എന്ന് കാണാൻ പറ്റും. ഫോർ ടി. ഓക്കെ, ഇൻപുട്ട് മിസ്മാച്ച് എക്സെപ്ഷൻ ആണ് അവിടെ വന്നത്. ഓക്കെ, സോ അത് ജനറൽ എക്സെപ്ഷൻ്റെ അകത്ത് വന്നിട്ട് എന്ത് ചെയ്തു, അതവിടെ എന്ത് ടൈപ്പ് എക്സെപ്ഷൻ എന്നുള്ള അവിടെ കാണിച്ചു. ഓക്കെ, എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, ഫൈനലി എന്തായാലും പ്രിന്റ്. ഇപ്പോൾ ഏത് സൈഡിൽ കാണാൻ പറ്റും, ഫൈനലിയിലുള്ള കാര്യം എന്ത് ചെയ്യും, എൻഡ് ഓഫ് ഓപ്പറേഷൻ ഉണ്ടോ, ഇതവിടെ എന്തായാലും പ്രിന്റ് ചെയ്ത് കാണിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഫൈനലിയിലാണ്, അത് നിർബന്ധമായിട്ട് അവിടെ കാണിക്കും. ഇത്രയാണ് നോർമലി ഒരു എക്സെപ്ഷൻ്റെ രൂപം. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാം. ഓക്കെ, ഫൈൻ, താങ്ക് യു.